ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പൂൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗത്തെ 2ാമത്തെ ചാപ്റ്റർ നദീതട സംസ്കാരങ്ങളിലൂടെ. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തിൽ സമയം കണക്കാക്കുന്ന വിവിധ ഘടികാരങ്ങളുടെ പേരെഴുതുക. അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം: സൂര്യഘടികാരം, ജലഘടികാരം. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഘടികാരങ്ങളാണ് ഉള്ളത് ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകതകൾ: നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന രീതിയാണ് സൂര്യഘടികാരത്തിൽ. അതോടൊപ്പം ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന രീതിയാണ് ജലഘടികാരത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വെങ്കലയുഗ സംസ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരം ഏത്? രണ്ടാമത്തത്: ചന്ദ്രനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ കലണ്ടറിന്റെ പ്രത്യേകത എന്ത്? ഒന്നാമത്തെ ഉത്തരം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. ചന്ദ്രനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ കലണ്ടറിന്റെ പ്രത്യേകതകളാണ്: ഒന്നാമത്തെ പ്രത്യേകത, ഒരു വർഷത്തെ 12 മാസങ്ങളായി വിഭജിച്ചു. രണ്ടാമതായിട്ട്, ഒരു വർഷത്തെ 4 ആഴ്ചകളായി വിഭജിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, ഒരു ദിവസത്തെ 24 മണിക്കൂറായി കണക്കാക്കിയിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെ ജനങ്ങൾ ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. പ്രസ്താവന സാധൂകരിക്കുക. ഈ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ചിരിക്കണം. അത് പുതിയ പാറ്റേൺ പ്രകാരം ചോദിക്കുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടും. നോക്കുക, എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, വീടുകളിൽ നിന്നും മലിനജലം ചാലുകളിലേക്ക് ഒഴുകിയിരുന്നു. മൂന്നാമതായിട്ട്, ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിച്ചിരുന്നു. നാലാമത്തെ പ്രത്യേകത, സ്ലാബുകൾ ഉപയോഗിച്ച് അഴുക്കുചാൽ മൂടിയിരുന്നു. ഇത്രയുമാണ് ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഹാരപ്പയിലെ നഗരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും നഗരജീവിതത്തെ സംബന്ധിച്ച് എന്തെല്ലാം സൂചനകളാണ് ലഭിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പഠിച്ചിരിക്കണം. അതായത്, ഹാരപ്പൻ ജനങ്ങളെ ഭരണാധികാരികളെന്നും സാധാരണക്കാരെന്നും വിഭജിച്ചിരുന്നു. രണ്ട് രീതിയിലായിട്ട് ജനങ്ങളെ വിഭജിച്ചിരുന്നു. ഒന്ന് ഭരണവർഗമെന്നും അതായത് രണ്ടാമത്തെ വിഭാഗക്കാരാണ് സാധാരണക്കാരനെന്ന വിഭാഗം. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായി വീടുകൾ നിർമ്മിച്ചു. വ്യത്യസ്ത ഘടനയിലുള്ള വീടുകളായിരുന്നു. അഴുക്കുചാലുകൾ, വലിയ കുളം എന്നിവ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ചൈനീസ് കലണ്ടറിന്റെ പ്രത്യേകത എന്ത്? ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു എന്നതാണ് ചൈനീസ് കലണ്ടറിന്റെ ഒരു പ്രത്യേകത. അത് പ്രത്യേകം ഓർത്തിരിക്കുക. 365 ദിവസം ഉണ്ടായിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ: ഹൊയാങ്ഹോ നദി തീരത്ത് രൂപം കൊണ്ട സംസ്കാരം ഏത്? ക്ലിയർ ആയിട്ട് അറിയാം, ചൈനീസ് സംസ്കാരമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: സ്ഫിങ്സിന്റെ പ്രത്യേകത എന്താണ്? അതും ക്ലിയർ ആണ്. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും കൂടിയ പ്രതിമയാണ് സ്ഫിങ്സ്. ഇത് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മിതിയാണ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ: മോഹൻജദാരോവിലെ വലിയ കുളത്തിന്റെ സവിശേഷത എന്ത്? ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് പ്രത്യേകത, ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: ചൈനീസ് എഴുത്തുവിദ്യയുടെ പ്രത്യേകത എന്ത്? അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചു. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങളും ഉപയോഗിച്ചു. ഇതാണ് പ്രത്യേകത. ചൈനീസ് എഴുത്തുവിദ്യയുടെ പ്രത്യേകതയാണ്. അക്ഷരങ്ങളല്ല ഉപയോഗിച്ചത്, പകരം ചിത്രങ്ങൾ. അതിനുശേഷം പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങളും ഉപയോഗിച്ചു. സിഗുറാത്തുകൾ എന്നാൽ എന്ത്? പത്താമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. പത്താമത്തെ ക്വസ്റ്റ്യൻ: സിഗുറാത്തുകൾ എന്നാൽ എന്ത്? അവയുടെ പ്രത്യേകത എഴുതുക. മെസൊപ്പൊട്ടേമിയൻ ജനതയുടെ ആരാധനകളാണ് സിഗുറാത്ത്. പ്രത്യേകമായിട്ട് പഠിക്കുക. മെസൊപ്പൊട്ടേമിയൻ ജനതയുടെ ആരാധനകളാണ് സിഗുറാത്ത്. നഗരങ്ങളിൽ നിർമ്മിച്ച മൺകൂനകൾക്ക് മുകളിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചു. നഗരങ്ങളിൽ നിർമ്മിച്ച മൺകൂനകളുണ്ട്. ആ മൺകൂനകൾക്ക് മുകളിൽ ഇഷ്ടികകൾ കൊണ്ടാണ് സിഗുറാത്തുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: പ്രാചീന മെസൊപ്പൊട്ടേമിയയിലെ 3 നഗരങ്ങളുടെ പേരെഴുതുക. ഓർത്തിരിക്കുക, പ്രധാനമായും 3 നഗരങ്ങളായിരുന്നു: ഉറുക്ക് നഗരം, ലഗാഷ് നഗരം.
ഉർ, ഉറുഖ്, ലഗാഷ് എന്നിങ്ങനെ 3 നഗരങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്ഷ്യൻ മെസോപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ എഴുതുക. ഇപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിനും മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിനും പൊതുവായിട്ടുള്ള സവിശേഷതയാണ് താഴെ പറയുന്നുണ്ട്. വെങ്കലത്തിൻ്റെ ഉപയോഗം പൊതുവായ ഒരു പ്രത്യേകതയാണ്. എഴുത്തുവിദ്യ പൊതുവായ പ്രത്യേകതയാണ്. കലണ്ടർ ഉണ്ടായിരുന്നു. ഈ 2 സംസ്കാരങ്ങൾക്കും പൊതുവായിട്ടുള്ള സവിശേഷതയാണ് വെങ്കലത്തിൻ്റെ ഉപയോഗം, എഴുത്തുവിദ്യ, കലണ്ടർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്ര രംഗത്തെ മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തെല്ലാം? ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെ സംബന്ധിച്ച അറിവ് ഉണ്ടായിരുന്നു. ആർക്കാണ്? മെസോപ്പൊട്ടേമിയക്കാർക്ക്. ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെക്കുറിച്ചുള്ള അറിവ്. അടുത്ത ക്വസ്റ്റ്യൻ, മെസോപ്പൊട്ടേമിയൻ കലണ്ടറിൻ്റെ സവിശേഷതകൾ എഴുതുക. മെസോപ്പൊട്ടേമിയൻ കലണ്ടറിൻ്റെ സവിശേഷതകളാണ്: ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ കലണ്ടറായിരുന്നു. വർഷത്തിൽ 12 മാസം ഉണ്ടായിരുന്നു. ഒരു മാസത്തിൽ 4 ആഴ്ച ഉണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട്, ശാസ്ത്രരംഗത്ത് ഈജിപ്തുകാരുടെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ ഈജിപ്തുകാരുടെ എന്തൊക്കെയാണ് നോക്കിയേ. ഈജിപ്ഷ്യൻ കലണ്ടർ ഉണ്ടായിരുന്നു. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തീർണം കണ്ടുപിടിച്ചു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം ഉണ്ടായിരുന്നു. ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരവും നിർമ്മിച്ചു. ഇതാണ് ഈജിപ്തുകാരുടെ പ്രധാന നേട്ടങ്ങൾ, ശാസ്ത്രരംഗത്തുള്ള നേട്ടങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്ഷ്യൻ കലണ്ടറിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. ഈജിപ്ഷ്യൻ കലണ്ടറിൻ്റെ സവിശേഷതകൾ അതായത് ഏതൊക്കെയെന്ന് നോക്കാം. സൂര്യനെ അടിസ്ഥാനമാക്കിയായിരുന്നു കലണ്ടർ. വർഷത്തെ 365 ദിവസങ്ങളാക്കി മാറ്റിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ ഉണ്ടായിരുന്നു. 5 ദിവസങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റി. ആഘോഷ ദിനങ്ങളാണ് 5 ദിവസം. ഓക്കെ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിക്കുക. നൈൽ നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. പ്രധാന തൊഴിൽ കൃഷി, നെയ്ത്ത്, സ്ഫടിക പാത്ര നിർമ്മാണമാണ്. ഇതൊക്കെയാണ് കൃഷി, നെയ്ത്ത്, സ്ഫടിക പാത്ര നിർമ്മാണം. ഫറോവ ആയിരുന്നു ഭരണാധികാരി. മമ്മികൾ അവരുടെ മരിച്ചു കഴിഞ്ഞുള്ള ബോഡി മമ്മികൾ എന്ന രീതിയിലാണ് അവർ സൂക്ഷിച്ചിരുന്നത്. അപ്പം മരണശേഷമുള്ള ഓരോ ബോഡികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരം രീതിയിൽ അറേഞ്ച് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് മമ്മികൾ. പിരമിഡ്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് ഫറോവ, മമ്മികൾ, പിരമിഡ് മുതലായവ. എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് ആണ്. എഴുത്തുവിദ്യ ഏതാണ്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈറോഗ്ലിഫിക്സ്. കലണ്ടർ ഉണ്ടായിരുന്നു. പ്രതിമ നിർമ്മാണം കൈവശമായിരുന്നു. ശാസ്ത്രരംഗത്ത് അവർക്ക് അറിവുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട്, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി നമുക്ക് അറിയാം, പഠിച്ചതാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കുക. വെള്ളപ്പൊക്കം, പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലെ തകർച്ച, പകർച്ചവ്യാധികൾ ഇവയായിരുന്നു. വെള്ളപ്പൊക്കം, പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, കാർഷിക മേഖലയിലെ തകർച്ച, പകർച്ചവ്യാധികൾ മുതലായവ. അടുത്ത ദിവസം, ഹാരപ്പൻ ജനതയിലെ വിശ്വാസ രീതികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മാതൃദൈവ ആരാധനയായിരുന്നു ഉണ്ടായിരുന്നത്. ഹാരപ്പൻ ജനതയ്ക്ക് അവരുടെ വിശ്വാസ രീതികളാണ് മാതൃദൈവ ആരാധനയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചു. മോഹൻജദാരോവിലെ ഒരു വലിയ കുളമുണ്ടായിരുന്നു. അത് മത ചടങ്ങിന് ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആദിമശിവനെ ആരാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കരകൗശല മേഖലകളിൽ ഹാരപ്പൻ ജനതയുടെ സംഭാവനകൾ വിശദീകരിക്കുക. കരകൗശല മേഖലകൾ നോക്കുക. കരകൗശല മേഖലയാണ് മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ. മൺപാത്ര നിർമ്മാണത്തിന് ചൂളകൾ ഉപയോഗിച്ചിരുന്നു. മൺപാത്രത്തിലെ അലങ്കാര പണികൾ, കളിമണ്ണിൽ മൃഗരൂപങ്ങൾ, ചെമ്പ്, സ്വർണം, വെങ്കലം കൊണ്ട് ആഭരണങ്ങൾ. കലാവൈഭവം എന്ന് പറയുമ്പോൾ മുദ്രകൾ, കളിമണ്ണ് കൊണ്ടുള്ള ശിലകൾ, നർത്തകിയുടെ പ്രതിമ, ധോളവീരയിലെ സൂചനാ ബോർഡ് മുതലായവയെല്ലാം അവരുടെ മുദ്രകളെക്കുറിച്ചുള്ള തെളിവുകളാണ്. അല്ലെങ്കിൽ മുദ്രകൾ എന്ന വിഭാഗത്തിൽ അല്ലെങ്കിൽ കരകൗശല മേഖലകളിൽ ഹാരപ്പൻ ജനതയുടെ സംഭാവനകൾ പെടുന്നതാണ്. അവരുടെ മുദ്രകളായ കളിമണ്ണ് കൊണ്ടുള്ള മുദ്രകൾ കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടുമാണ് നിർമ്മിച്ചിരുന്നത്. നർത്തകിയുടെ പ്രതിമ നിർമ്മിച്ചിരുന്നു.
ധോളഗിരിയിലെ സൂചന ബോർഡ് മുതലായവ ഇതിൽപ്പെടുന്നതാണ്. അപ്പം മൊത്തത്തിൽ പറയുമ്പോൾ കരകൗശല രംഗത്ത് വരുമ്പോൾ മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, മൺപാത്ര നിർമ്മാണത്തിൻ്റെ ചൂളകൾ, മൺപാത്രത്തിലെ അലങ്കാരപ്പണികൾ, കളിമണ്ണിൽ മൃഗരൂപങ്ങൾ, ചെമ്പ്, സ്വർണം, വെങ്കലം കൊണ്ടുള്ള ആഭരണങ്ങൾ, പിന്നെ കലാഭൈവവും അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും നർത്തകിയുടെ പ്രതിമ, ധോളഗിരിയിലെ സൂചനാ ബോർഡ് മുതലായവ. അടുത്ത ദിവസം ഹാരപ്പൻ ജനതയുടെ കടൽ വഴിയുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്ന തെളിവുകൾ ഏതെല്ലാം? ഇപ്പോൾ നോക്കിയാൽ മെസോപ്പൊട്ടേമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങൾ തെളിവുകൾ നൽകുന്നു. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസോപ്പൊട്ടേമിയൻ മുദ്രകളിൽ ഇതിന് തെളിവുണ്ട്. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ ഇവയൊക്കെ ഹാരപ്പൻ ജനതയുടെ കടൽ വഴിയുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്ന തെളിവുകളാണ്. മെസോപ്പൊട്ടേമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങൾ, ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസോപ്പൊട്ടേമിയൻ മുദ്രകൾ, കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ. അടുത്ത ദിവസം ഹാരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഹാരപ്പൻ ജനത വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചു എന്നതാണ് കാരണം. അടുത്ത ദിവസം കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ഹാരപ്പൻ ജനത സ്വീകരിച്ച ഏതെങ്കിലും 3 മാർഗങ്ങൾ എഴുതുക. കൃഷി മെച്ചപ്പെടുത്താനായിട്ട് ഫലഭൂഷ്ടമായ എക്കൽ മണ്ണിൽ കൃഷി ചെയ്തു, കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിച്ച് കൃഷി ചെയ്തു, ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചു. ഇവ 3 സ്വീകരിച്ച മാർഗങ്ങൾ. അടുത്ത ദിവസം ഹാരപ്പൻ സംസ്കാരത്തിലെ കാർഷിക മേഖലയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കാർഷിക മേഖലയെക്കുറിച്ച് പറയാൻ പോവാണ്. വൈവിധ്യമാർന്ന വിളവുകൾ കൃഷി ചെയ്തു, ഫലഭൂയിഷ്ടമായ മണ്ണിൽ കൃഷി ചെയ്തു, ധാന്യങ്ങൾ ഉണക്കി സൂക്ഷിച്ചു. നഗരങ്ങളിലെ ഉൽപ്പാദന വസ്തുക്കൾക്ക് ഗ്രാമങ്ങളായിരുന്നു വിപണികൾ. വിപണികൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളായിരുന്നു. ജലസേചനം ഉപയോഗപ്പെടുത്തി കൃഷിക്കായിട്ട്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഹാരപ്പൻ സംസ്കാരത്തിലെ കാർഷിക മേഖലയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഈ പറഞ്ഞ പ്രത്യേകത. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പഠിച്ചിരിക്കുക. അടുത്ത ദിവസം ഹാരപ്പയിലെ നഗരാസൂത്രണത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. ഇപ്പോൾ നഗരാസൂത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഹാരപ്പൻ ജനതയുടെ നഗരാസൂത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ നോക്കുക. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചു. നഗരത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങൾ ഭരണാധികാരികൾ ഉപയോഗിച്ചു. ഉയർന്ന ഭാഗങ്ങൾ നഗരത്തിൻ്റെ ഭരണാധികാരികളാണ് ഉപയോഗിച്ചത്. താഴ്ന്ന ഭാഗം സാധാരണക്കാർ ഉപയോഗിച്ചു. നഗരങ്ങളോട് ചേർന്ന് ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു, അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. ഇത്രയുമാണ് സവിശേഷതകൾ. അടുത്ത ക്വസ്റ്റ്യൻ, എ കോളത്തിലെ യോജിച്ച വിധം ബി കോളം ക്രമപ്പെടുത്തുക. എ കോളത്തിൽ സൺ ജോൺ മാർഷൽ, ദയാറാം സാഹ്നി, ആർ ഡി ബാനർജി, ഹൊവാർഡ് കാർട്ടർ. ഇത് ഓർഡറിലായി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓർഡറിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ടേബിളൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ജോൺ മാർഷൽ, ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നു സൺ ജോൺ മാർഷൽ എന്ന് പഠിക്കുക. ഹാരപ്പ, ദയാറാം സാഹ്നി ഹാരപ്പയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയാറാം സാഹ്നി ഖനനം ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഗവേഷണം നടത്തിയത് ഹാരപ്പ, അല്ലെങ്കിൽ ദയാറാം സാഹ്നിയാണ് ഹാരപ്പ കണ്ടെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ആർ ഡി ബാനർജി മോഹൻജോദാരോയുടെ ഖനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോഹൻജോദാരോയുടെ തെളിവുകൾ ഖനനം ചെയ്ത് കണ്ടെത്തിയത് അതിൻ്റെ ലീഡർഷിപ്പ് ആർ ഡി ബാനർജിക്കായിരുന്നു. ഹാരപ്പയിൽ ആരായിരുന്നു? ദയാറാം സാഹ്നിയായിരുന്നു. ഹൊവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൊവാർഡ് കാർട്ടർ. അടുത്ത ദിവസം ഹാരപ്പയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ആര്? ദയാറാം സാഹ്നിയാണ്. ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചതാണ്. ഹാരപ്പയിൽ ഉത്ഖനനത്തിന് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടർ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ ദയാറാം സാഹ്നി, മോഹൻജോദാരോവിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയത് ആർ ഡി ബാനർജിയായിരുന്നു. വെങ്കലയുഗ സംസ്കാരങ്ങളുടെ ചില സവിശേഷതകളാണ് താഴെ ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഓരോന്നും ഏത് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് എഴുതുക. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലിപികൾ ഉപയോഗിച്ചു. അത് മെസോപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. പാപ്പിറസ് ചെടിയുടെ ഇലകൾ എഴുതാൻ ഉപയോഗിച്ചു. അത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ തുടങ്ങി. അത് ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ചൈനീസ് സംസ്കാരത്തിലാണ് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ തുടങ്ങി. അടുത്ത ദിവസം മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിലനിന്ന എഴുത്തുവിദ്യയുടെ പേര് ക്യൂണിഫോം ലിപിയായിരുന്നു. ക്യൂണിഫോം. അടുത്ത ദിവസം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളും അവ കണ്ടെത്തിയ പ്രദേശങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്തുക. അപ്പോൾ നമുക്കിത് ക്രമപ്പെടുത്തിയത് മാത്രം പഠിക്കുക. നോക്കുക. ചരിത്ര അവശിഷ്ടങ്ങൾ.
കണ്ടെത്തിയ പ്രദേശങ്ങൾ ഇതാണ് നോക്കുന്നത്. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പൽ അത് ലോഥൽ എന്ന പ്രദേശത്താണ് കണ്ടെത്തിയത്. വലിയ കുളം കണ്ടെത്തിയത് മോഹൻജദാരോവിൽ വെച്ചാണ്. കളിമണ്ണിൽ തീർത്ത കലപ്പ കണ്ടെത്തിയത് കാലിബംഗാൻ എന്ന പ്രദേശത്താണ്. ധാന്യപ്പുരകൾ കണ്ടെത്തിയത് ഹാരപ്പയിലാണ് ധാന്യപ്പുരകൾ കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അവ ഓരോന്നും ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. ഹൈറോഗ്ലിഫിക്സ്, യൂണിഫോം, വലിയ കുളം. ഇത് വളരെ ഈസിയാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുമ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കും. യൂണിഫോം എന്ന് പറയുമ്പോൾ മെസോപ്പൊട്ടേമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. വലിയ കുളം സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ, അടുത്തിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യനാണ്. സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരമെന്ന് അറിയപ്പെടാനുള്ള കാരണം എന്ത്? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് കൂടി അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെങ്കലയുഗ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് പൂർത്തിയാക്കിയത് നോക്കാം. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഹാരപ്പൻ, ചൈനീസ്. ഹാരപ്പൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നദി എന്ന് പറയുമ്പോൾ സിന്ധു നദിയാണ്. സിന്ധു നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരം എന്നും അറിയപ്പെടും. നമുക്കറിയാം. നൈൽ നദിയുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും ഈജിപ്ഷ്യൻ സംസ്കാരമാണ്, നമുക്കറിയാം. ചൈനീസ് നദി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹൊയാങ്ഹോ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ കൊടുത്തിട്ടുണ്ട് ഹൊയാങ്ഹോ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള സംസ്കാരം മെസോപ്പൊട്ടേമിയൻ സംസ്കാരമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോളത്തിന് യോജിച്ച വിധം. കോളത്തിന് യോജിച്ച വിധം BC കോളങ്ങൾ ക്രമപ്പെടുത്തുക. ഇതിനെ ക്രമപ്പെടുത്തിയ ഭാഗങ്ങൾ പഠിച്ചെടുത്തായി. ചൈനീസ് സംസ്കാരം ചിത്രലിപി, ചിത്രങ്ങളായിരുന്നു ലിപിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഹൊയാങ്ഹോ നദീതീരത്താണ് ഉടലെടുത്തത്. ഹാരപ്പൻ സംസ്കാരം ലോഥലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതീരത്താണ് ഹാരപ്പൻ സംസ്കാരം ഉടലെടുത്തത്. ഈജിപ്തിൻ്റെ സംസ്കാരം അതിൻ്റെ ലിപി ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. നൈൽ നദീതീരത്താണ് ഈജിപ്തിൻ്റെ സംസ്കാരം ഉടലെടുത്തത്. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ലിപി എന്ന് പറയുമ്പോൾ യൂണിഫോം ലിപിയാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. ഏതൊക്കെയാണ്? എഴുത്തുവിദ്യ, അതുപോലെ കലണ്ടർ, സിഗറാത്തുകൾ. ഇപ്പം എഴുത്തുവിദ്യ ഓക്കെ, അത് കൈവശമായിരുന്നു. എഴുത്തുവിദ്യ അവർ കൈവശപ്പെടുത്തിയിരുന്നു. കലണ്ടർ അതുകൊണ്ടായിരുന്നു. സിഗറാത്തുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോം ലിപിയാണ് മെസോപ്പൊട്ടേമിയക്കാർക്കുള്ള എഴുത്തുവിദ്യ എന്ന് പറയുമ്പോൾ യൂണിഫോം ആയിരുന്നു. മനസ്സിലായല്ലോ? ആപ്പിൻ്റെ ആകൃതിയിലാണ് അത് എഴുതപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ കൂർത്ത മുനയുള്ള എഴുത്താടി കൊണ്ടാണ് ഇത് എഴുതിയിരുന്നത്. കളിമൺ ഫലകത്തിലാണ് എഴുതിയിരുന്നത്. കലണ്ടർ എന്ന് പറയുമ്പോഴോ ചന്ദ്രനെ അടിസ്ഥാനമാക്കി വർഷത്തിൽ 12 മാസം, ഒരു മാസം 4 ആഴ്ച, ദിവസത്തിൽ 24 മണിക്കൂർ എന്നതായിരുന്നു അവരെ കലണ്ടറിൻ്റെ പ്രത്യേകത. സിഗറാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരാധനാലയങ്ങളാണ്. നഗരങ്ങളിൽ മൺകൂനകൾക്ക് മുകളിൽ ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന ആരാധനാലയങ്ങളാണ് സിഗറാത്തുകൾ. ആരുടെയാണ്? ഈ മെസോപ്പൊട്ടേമിയൻ ജനതയുടെ അല്ലെങ്കിൽ മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ആരാധനാലയങ്ങളാണ് സിഗറാത്തുകൾ. അടുത്ത ദിവസം, താഴെ തന്നിരിക്കുന്നവ ഏതെല്ലാം പ്രാചീന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിഗറാത്ത്, വലിയ കുളം, പിരമിഡ്. വളരെ ഈസി. സിഗറാത്ത് എന്ന് പറഞ്ഞാൽ മെസോപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വലിയ കുളമോ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിരമിഡോ ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തായിട്ട് ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. നഗരാസൂത്രണം, ധാന്യപ്പുര, വലിയ കുളം, ശുചിത്വബോധം. ഇതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. അതായത് നഗരാസൂത്രണം വരുമ്പോഴും നമുക്ക് കുറച്ച് വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. നഗരങ്ങളുടെ നിർമ്മാണത്തിന് ചുട്ട ഇഷ്ടിക ഉപയോഗിച്ചു. ആസൂത്രിതമായ തെരുവുകൾ, ഇരുവശങ്ങളിലും വീടുകൾ, നഗരങ്ങളിൽ വിശാലമായ അഴുക്കുചാലുകൾ എന്നിവയായിരുന്നു നഗരാസൂത്രണത്തിൻ്റെ പ്രത്യേകതകൾ. ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രയോജനപ്പെടും. വലിയ കുളം എന്ന് പറയുമ്പോൾ മോഹൻജദാരോവിലാണ് വലിയ കുളം. ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചു. പിന്നെ ധാന്യപ്പുര വരുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ധാന്യപ്പുരയിലാണ് സൂക്ഷിച്ചിരുന്നത്.
നികുതി ഇനത്തിലുള്ളവയും ഗ്രാമങ്ങളിൽ മിച്ചം വരുന്നവയും ഇത് മെച്ചപ്പെട്ട ഭരണ സംവിധാനത്തിന് തെളിവാണ്. അടുത്തത് ശുചിത്വവുമായി ബന്ധപ്പെട്ടാണ്. നഗരങ്ങളിൽ അഴുക്കുചാലുണ്ടായിരുന്നു. അഴുക്കുചാലുകൾ സ്ലാബിട്ട് മൂടിയിരുന്നു. വീടുകളിൽ നിന്ന് മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കി. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അഴുക്കുചാൽ ഉണ്ടായിരുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മെസോപ്പൊട്ടേമിയൻ കലണ്ടറിൻ്റെയും ഈജിപ്ഷ്യൻ കലണ്ടറിൻ്റെയും സവിശേഷതകൾ വ്യക്തമാക്കുക. നോക്കുക, മെസോപ്പൊട്ടേമിയ. ഈജിപ്ഷ്യൻ എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി. വർഷത്തിൽ 12 മാസം, 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ, 4 ആഴ്ചയുള്ള 1 മാസം, 5 ദിവസങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റിയിരുന്നു. ഓക്കെ. മെസോപ്പൊട്ടേമിയക്കാർ ചന്ദ്രനെ അടിസ്ഥാനമാക്കി കലണ്ടർ നിർമ്മിച്ചിരുന്നു. 4 ആഴ്ചയുള്ള 1 മാസം, 1 ദിവസം, 24 മണിക്കൂർ. ഓക്കെ. അടുത്തായിട്ട്, ഹാരപ്പൻ സംസ്കാരത്തിലെ ജനങ്ങൾ കച്ചവടത്തിൽ ഏർപ്പെടുന്നതിനുള്ള തെളിവുകൾ എന്തെല്ലാം? ക്വസ്റ്റ്യൻ നമ്പർ 39. ക്വസ്റ്റ്യൻ നമ്പർ 39. കൃത്യമായ അളവ് തൂക്ക് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിലെ ജനങ്ങൾക്ക്. മുദ്രകൾ, അതായത് ഹാരപ്പൻ മുദ്രകളും മെസോപ്പൊട്ടേമിയൻ മുദ്രകളും കൂടെ ഉപയോഗിച്ചിരുന്നു. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ അവർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് തെളിവാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യനാണ്. പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ ഏത്? ഇതിൻ്റെ സവിശേഷതകൾ എന്താണ്? പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. പാപ്പിറസ് ചെടിയുടെ ഇല കൊണ്ടാണ് എഴുതിയിരുന്നത്. പരിശുദ്ധ എഴുത്ത് എന്നറിയപ്പെടുന്നു. എന്താണ് പരിശുദ്ധ എഴുത്ത് എന്ന് അറിയപ്പെടുന്നു? ഹൈറോഗ്ലിഫിക്സ് ലിപി പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യ. പാപ്പിറസ് ചെടിയുടെ ഇല കൊണ്ട് എഴുതിയിരിക്കുന്നു. പാപ്പിറസ് ചെടിയുടെ ഇല കൊണ്ടാണ് എഴുതിയിരുന്നത്. പരിശുദ്ധ എഴുത്ത് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ വിശദമായിട്ട് തന്നെ വായിച്ച് പഠിക്കുക. പുതിയ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. പരമാവധി ഈ വീഡിയോ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായി ഞാൻ എത്തും. താങ്ക് യു.